അടുത്തത് റോൾ ഓഫ് വേൾഡ് ബാങ്ക് ആണ് പറയുന്നത് കേട്ടോ. വേൾഡ് ബാങ്ക് പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് ലോൺസ്, സീറോ ടു ലോ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്സ് ആൻഡ് ഗ്രാൻസ് ഫോർ ഡെവലപ്മെൻറ്റ് വർക്ക്സ് ഇൻ മെമ്പർ കൺട്രീസ് എസ്പെഷ്യലി ടു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഇപ്പോൾ വേൾഡ് ബാങ്ക് എന്താണ് ലോ ഇൻട്രസ്റ്റ് ലോണുകൾ നൽകുന്നുണ്ട്. ചിലപ്പോൾ എന്താണ് സീറോ ടു ലോ ഇൻട്രസ്റ്റ് ക്രെഡിറ്റുകൾ, എന്താണ് സീറോ ടു ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നുമില്ലാത്ത ക്രെഡിറ്റുകൾ ഗ്രാൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെമ്പർ കൺട്രീസിനെ ഡെവലപ്മെൻറ്റിനുള്ള ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ അവർ അനുവദിക്കുന്നുണ്ട്. കൂടുതലായിട്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഇത്തരത്തിലുള്ള ഫേവേഴ്സ് അവർ നൽകുന്നത്. ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ആർ പ്രൊവൈഡ് ഇൻ ഏരിയ. ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് നൽകുന്നത് ഏത് ഏരിയയിലാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്തിന്, അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെൻറ്റ് നൽകുന്നുണ്ട്. അതിൽ ഇറിഗേഷനും റൂറൽ സർവീസും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പൊതുമേഖലാ സംരംഭങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്നത് റോഡ്, ബ്രിഡ്ജ്, പവർ ജനറേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റ് ആവശ്യ സഹായം നൽകുന്നുണ്ട്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, പൊല്യൂഷൻ കൺട്രോൾ, എൻഫോഴ്സിങ് റെഗുലേഷൻസ് ഒക്കെ. നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഗവേണൻസ്, ആൻറ്റി കറപ്ഷൻ, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് ഗവേണൻസിൽ വരുന്നത്. ഇതൊക്കെ ആരുടെ ഭാഗത്തു നിന്ന് വരുന്നത്? വേൾഡ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സഹായങ്ങളാണ് അല്ലെങ്കിൽ സർവീസസ് ആണ്. The bank gives a particular attention to projects that can directly benefit the poorest people in developing countries. പിന്നെ ബാങ്കുകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഏതുതരം പ്രൊജക്റ്റുകൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിലെ പൂറസ്റ്റ് പീപ്പിളിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. ദാരിദ്ര്യമായിട്ടുള്ള ഒരു കൂട്ടം വിഭാഗം ഉണ്ട്, അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൂടുതൽ ഇവർ അറ്റൻഷൻ നൽകുന്നത്. ദ വേൾഡ് ബാങ്ക് പ്രൊവൈഡ്സ് ഫിനാൻസിങ്. അവർ നൽകുന്ന ഫിനാൻസിങ് ഉണ്ട്, നോളജ് ആൻഡ് അഡ്വൈസ് സർവീസസ് ചെയ്യുന്നുണ്ട്. ക്ലയൻറ്റ് കൺട്രീസ്, അവരുടെ ക്ലയൻ്റായുള്ള കൺട്രീസിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അവർ ഇത്തരത്തിൽ നൽകുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ചലഞ്ചസ് ആണ്. ഡെവലപ്മെൻറ്റ് ചലഞ്ചസ് ആണ് അവർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങൾ കൂടുതലായിട്ട് ആ മെമ്പർ കൺട്രീസിന് വേൾഡ് ബാങ്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ദ ബാങ്ക് ഈസ് ഹെൽപ്പിംഗ് ദ പുവർ ടു മോർ പ്രൊഡക്റ്റീവ് and gain access to such necessities as serve, water and waste disposal facilities. പിന്നെ പറഞ്ഞെന്താണ് കൂടുതലായിട്ടും അവർ ഹെൽപ്പ് ചെയ്യണത് എന്താണ്? പുവർ ടു ബി മോർ പ്രൊഡക്റ്റീവ്. പുവറിന് എന്താണ്? കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറ്റുക. പിന്നെ അവർക്ക് ആവശ്യമായ ഏറ്റവും അത്യാവശ്യം തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഫെസിലിറ്റീസ്, ആരോഗ്യ സംരക്ഷണം, ഫാമിലി പ്ലാനിങ് അസിസ്റ്റൻസ്, ന്യൂട്രീഷൻ, പോഷകാഹാരം നൽകൽ, എഡ്യൂക്കേഷൻ ആൻഡ് ഹൗസിംഗ്. ഇതിനൊക്കെ കൂടുതൽ ബാങ്കുകൾ പുവർ കൺട്രീസിന് അല്ലെങ്കിൽ പുവർ മെമ്പേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ട്സ് ഉണ്ട്. ഗ്രേറ്റർ അറ്റൻഷൻ ഈസ് ഗിവൺ ടു കൺസ്ട്രക്ടിങ് ഫാം ടു മാർക്കറ്റ് റോഡ്സ്. എന്താണ്? ഫാം ടു മാർക്കറ്റ് റോഡ്സുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫാമിൽ നിന്ന് മാർക്കറ്റിലേക്ക് റോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ സുഗമമായിട്ട് നടത്താൻ പറ്റുള്ളൂ. എവരി പ്രൊജക്ട് സപ്പോർട്ടഡ് ബൈ ദ ബാങ്ക് ഈസ് ഡിസൈൻ ഇൻ ക്ലോസ് കൊളാബറേഷൻ വിത്ത് നാഷണൽ ഗവൺമെൻറ്റ്സ് ആൻഡ് ലോക്കൽ ഏജൻസീസ്. പിന്നെ അത് ഏത് പ്രൊജക്റ്റ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അവർ എന്തിനനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്? ആ നാഷണൽ ഗവൺമെൻറ് എന്താണ്, ലോക്കൽ ഏജൻസീസ് എന്താണ്, അവരുടെയും കൂടെ അഭിപ്രായം നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യണത്? ആ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓഫൺ ഇൻ കോപ്പറേഷൻ വിത്ത് അതർ മൾട്ടിലാറ്ററൽ അസിസ്റ്റൻസ് ഓർഗനൈസേഷൻസ്. അതുകൂടാതെ ഇത്തരത്തിൽ അസിസ്റ്റൻസ് നൽകുന്ന മൾട്ടി ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് കൂടി അവരെന്ത് ചെയ്യാറുണ്ട്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദ വേൾഡ് ബാങ്ക് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ഫോർ വേരിയസ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ഓഫ് 5 to 20 years ഡ്യൂറേഷൻസ്. പലതരത്തിലുള്ള ലോണുകൾ, ടേം ലോൺ, ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. 5 to 20 years വരെയാണ് അതിൻ്റെ കാലാവധി വരുന്നത്. It is directed to make loans for projects but never to fund a trade deficit. ഇവർ എന്താണ്? ലോണുകൾ അത്തരത്തിൽ പ്രൊജക്ട്സ് നൽകുള്ളൂ, പക്ഷെ ഒരിക്കലും എന്താണ് ട്രേഡ് ഡെഫിസിറ്റ് വരുമ്പോൾ അതിന് നഷ്ടം നികത്താനായിട്ട് യാതൊരുവിധ സഹായങ്ങളും നൽകില്ല. They also support to developing countries through policy advice, research and analysis and technical assistance. പിന്നെ അത് കൂടാതെ അവർ ഡെവലപ്പിംഗ് കൺട്രീസ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? പോളിസി അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, റിസർച്ച് അനാലിസിസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ലോൺസ് ഓർ ഗ്രാൻസ് ഓർ സ്പെസിഫിക് പ്രൊജക്ട്സ് ആർ ഓഫൺ ലിങ്ക്ഡ് ടു വൈഡർ പോളിസി ചേഞ്ചസ് ഇൻ ദ സെക്ടർ ഓർ ദ കൺട്രീസ് ഇക്കണോമി ആസ് എ ഹോൾ. ഇനി ലോണുകൾ, ഗ്രാൻറ്റുകൾ നൽകുന്ന ചില പ്രത്യേക പ്രൊജക്ട്സുകൾക്ക് അവർ നൽകും. അതും എന്തുമായി നോക്കിയിട്ടാണ്? പോളിസി ചേഞ്ചസ് ഉണ്ടാകുന്ന നോക്കുക, അതുപോലെ കൺട്രിയുടെ ഇക്കണോമി നോക്കിയിട്ട് മാത്രമാണ് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുള്ളൂ.
ദ വേൾഡ് ബാങ്ക്സ് കറന്റ് ഫോക്കസ് ഈസ് ഓൺ ഹെൽപ്പിംഗ് കൺട്രീസ് അച്ചീവ് ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഇപ്പോൾ അവർ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിച്ച് ആർ 8 ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ്. അതിലെന്താണ് 8 ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 2000-ലാണത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ മില്ലേനിയം സബ്മിറ്റ് യുണൈറ്റഡ് നേഷൻസ് ആണ് മില്ലേനിയം സബ്മിറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ 8 ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യാനായിട്ടാണ് അവർ ഇപ്പോൾ കൂടുതലും മുൻതൂക്കം നൽകുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ എന്തൊക്കെയാണ്? എക്സ്ട്രീം പോവർട്ടി ഇല്ലാതാക്കാം, ചൈൽഡ് മൊറാലിറ്റി റേറ്റ്സുകൾ റെഡ്യൂസ് ചെയ്യുക, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്സ് റെഡ്യൂസ് ചെയ്യാം, ഫൈറ്റിംഗ് ഡിസീസ് എപ്പിഡമിക് സച്ച് ആസ് എയ്ഡ്സ്, അതുപോലെ തന്നെ എന്താണ് മാരക രോഗങ്ങൾ ഉണ്ടല്ലോ, വ്യാധികൾ, എയ്ഡ്സ് പോലെയുള്ളവരെ അതൊക്കെ എന്ത് ചെയ്യാം, അതിനെതിരെ പ്രതികരിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നുള്ള മാർഗം. ആൻഡ് ഡെവലപ്പിംഗ് എ ഗോൾ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. അതുകൂടാതെ എന്താണ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് കേട്ടോ. ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകും ഗ്ലോബൽ വൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഏതിനാ? ഡെവലപ്പിംഗ് നേഷൻസിനെ, പുവർ കൺട്രീസിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് മില്ലേനിയം ഗോൾസ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദ വേൾഡ് ബാങ്ക് കോൺട്രിബ്യൂട്ട് ടു പ്ലേ ആൻ ഇൻറ്റഗ്രൽ റോൾ ഇൻ ഹെൽപ്പിംഗ് കൺട്രീസ് റെഡ്യൂസ് പോവർട്ടി ആൻഡ് ഇംപ്രൂവ് ദ വെൽ ബീയിങ് ഓഫ് ദർ സിറ്റിസൺസ്. പിന്നെ വേൾഡ് ബാങ്ക് എപ്പോഴും അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയണത് ഒരു ഇൻറ്റഗ്രൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യങ്ങളുടെ അവരുടെ മെമ്പർ കൺട്രീസ് അല്ലെങ്കിൽ കൺട്രീസ് ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ദാരിദ്ര്യം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ അവരുടെ ഓരോ പൗരൻ്റെയും ജീവിത നിലവാരം ഉയർത്തുക, ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഇത്രയുമാണ് റോൾ ഓഫ് വേൾഡ് ബാങ്ക് പറയുന്നത്. അടുത്തത് വേൾഡ് ബാങ്കും IMF എന്താണെന്നാണ് പറയണത് കേട്ടോ. Often called the Bretton Woods institutions or Bretton Woods sisters, are twin intergovernmental pillars supporting the structure of the world's economic and financial order. ഇതാണ് വേൾഡ് ബാങ്ക് IMF രണ്ടിനെയും കൂടി എന്താണ് പറയുന്നത്? ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ് പറയണത്. അത് ട്വിൻ ഇന്റർ ഗവൺമെന്റൽ പില്ലേഴ്സ് ആണ്. അതായത് രണ്ട് ഏറ്റവും അത്യാവശ്യം ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ്. ലോകത്തിലെ തന്നെ ഇക്കണോമിനെയും ഫിനാൻഷ്യൽ ഓർഡറിനെയും രണ്ടിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഇന്റർ ഗവൺമെന്റൽ പില്ലേഴ്സ് ആയിട്ടാണ്, നെടും തൂണുകളായിട്ടാണ് IMFനെ വേൾഡ് ബാങ്കിനെ പറയണത്. The primary difference between the International Monetary Fund and the World Bank lies in their respective purposes and functions. പ്രാഥമിക ഒരു ഡിഫറൻസ് വരുന്നത്, വ്യത്യാസം വരുന്നത് എന്താണ്? IMFൻ്റെ വേൾഡ് ബാങ്കിൻ്റെ അവരുടെ പർപ്പസും ഫങ്ഷൻസും രണ്ടും രണ്ട് രീതിയാണ് അല്ലെങ്കിൽ രണ്ടാണ്. The IMF exists primarily to stabilize exchange rates, manage macroeconomic issues such as BOP, etc. എന്താണ് IMF എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലൈസ് ചെയ്യുക, മാക്രോ എക്കണോമിക് ഇഷ്യൂസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണത്. അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് പോവർട്ടി ത്രൂ ഡെവലപ്മെൻറ്റൽ അസിസ്റ്റൻസ്. എന്താണ്? ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക. ഏതിലൂടെ? ഡെവലപ്മെൻറ്റൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് ദാരിദ്ര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ്സ് എന്താണ്? വ്യത്യാസമാണ്. പക്ഷെ രണ്ടും എന്താണ്? വേൾഡ് ഇക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഓർഡറിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് ഏജൻസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിന് ട്വിൻ ഇന്റർ ഗവൺമെന്റൽ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കൂടി ഇതിന് പറയുന്നുണ്ട്. തമ്മിൽ വ്യത്യാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 പോയിന്റ്സ് ആണ് ഇവിടെ അതിൻ്റെ മെയിൻ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എന്തിനാണ്? പർപ്പസസിനും ഫങ്ഷൻസിനും അനുസരിച്ചിട്ടാണ്. ഫസ്റ്റത്തെ IMF ആണ്. അതിൽ പറഞ്ഞെന്താണ്? IMF പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ ആൻഡ് ഓവർസീസ് ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. ഇൻ്റർനാഷണൽ മോണിറ്ററി എന്താണ്? സാമ്പത്തികമായ പണമിടപാടുകൾ കോപ്പറേറ്റ് ചെയ്യുകയും ഓവർസീസ് രാജ്യങ്ങൾ തമ്മിൽ മോണിറ്ററി സിസ്റ്റത്തെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് IMF. ഇനി വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട്? ലോങ് ടേം ഇക്കണോമിക് ഡെവലപ്മെൻറ്റും റെഡ്യൂസ് പോവർട്ടി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് പറയുന്നത്. ഇനി IMFൻ്റെ രണ്ടാമത്തെ പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? മെയിൻ അസിസ്റ്റൻസ് ഇസ് മെയിൻലി ഷോർട്ട് ആൻഡ് മീഡിയം ടേം. ഷോർട്ടോ മീഡിയം ആയിരിക്കാം. ഫണ്ടഡ് മെയിൻലി ബൈ ദ പൂൾ ഓഫ് മെമ്പേഴ്സ് കോട്ട കോൺട്രിബ്യൂഷൻസ്. IMFൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്കാണ് അവർ മെയിൻലി ഫണ്ട് നൽകുന്നത്. അത് കോട്ട കോൺട്രിബ്യൂഷനിലൂടെയാണ് നൽകുന്നത്. വേൾഡ് ബാങ്ക് ആണെങ്കിൽ ലോങ് ടേമിലേക്കാണ് ഫണ്ട് ബോണ്ട് ഇഷ്യൂവൻസിലൂടെയാണ് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്താണ് അവർ ഫണ്ട് നൽകുന്നത്.
ഇനി IMF അസിസ്റ്റ് ഓൾ മെമ്പേഴ്സ് ബോത്ത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. എന്താണ് ഇൻഡസ്ട്രിയൽ മേഖലയുള്ളവർക്കും ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളവർക്കും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ദാറ്റ് ഫൈൻഡ് ദംസെൽസ് ഇൻ ടെമ്പററി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിഫിക്കൽട്ടീസ്. താൽക്കാലികമായ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ബുദ്ധിമുട്ടുകൾ അവരെന്ത് ചെയ്യാൻ കണ്ടെത്തുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും. വേൾഡ് ബാങ്ക് ആണെങ്കിൽ എന്താണ്, അസിസ്റ്റൻസ് ടു ദ പൂവറസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. പൂവറസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് കൂടുതലായിട്ട് അവരെന്ത് ചെയ്യുന്നത്, സഹായങ്ങൾ നൽകുന്നത്. IMF ഹാസ് നോ അഫിലിയേറ്റ്സ് ഓർ സബ്സിഡിയറീസ്. അഫിലിയേറ്റ്സ് സബ്സിഡിയറീസ് IMFനില്ല. പക്ഷേ രണ്ട് ഓർഗനൈസേഷൻസ് വേൾഡ് ബാങ്കിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് എന്തൊക്കെയാണ്, IBRDയും IDAയും ആണ്. രണ്ട് ഓർഗനൈസേഷൻ ഇതിൽ വരുന്നുണ്ട്. ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് IFC, MIGA ആൻഡ് ICSID. അതുകൂടാതെ എന്താണ് സബ്സിഡിയറീസ് ഉണ്ടല്ലേ, MIGA, ICSD, IFC. ഇത് മൂന്നും കൂടി എന്തിൻ്റെ ഭാഗമായിട്ട് വേൾഡ് ബാങ്കിൻ്റെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ 5 സ്ഥാപനങ്ങൾ ഒന്നിച്ച് ചേരുന്നതാണ് ഇത് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ IMF എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, അതിന് യാതൊരു സബ്സിഡിയറീസ് അഫിലിയേഷൻസോ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. IMFും വേൾഡ് ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഫങ്ഷൻസിൻ്റെ പർപ്പസസിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്.